ഇങ്ങനെ ഒരു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് ആക്സലേഷൻ. ഇവിടെ m കിലോഗ്രാം 4 കിലോഗ്രാം 5 കിലോഗ്രാം നമ്മൾ കണ്ടെത്താൻ പറയുന്നത് വെച്ചാൽ ഫൈൻഡ് ദി എഫ് നെറ്റ് ഓൺ ദി 4 കിലോഗ്രാം ബ്ലോക്ക്. അപ്പോൾ എന്താണ് എഫ് നെറ്റ് ഓൺ ദി 4 കിലോഗ്രാം ബ്ലോക്ക്? എഫ് ഇസ് ഇക്വൽ ടു എഫ് നെറ്റ് എന്തായിക്കോട്ടെ, എഫ് നെറ്റ് ഇസ് ഇക്വൽ ടു ആ 4 കിലോഗ്രാം ദാറ്റ് ഈസ് മാസ് ഇൻ ടു ആക്സലറേഷൻ. 4 കിലോഗ്രാം ബ്ലോക്കിൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ്. സോ മാസ് 4 × 3 12. ഇത്രയേ ഉള്ളൂ ആൻസർ. നമ്മൾ പല രീതിയിൽ ചിന്തിക്കാനൊന്നും പോകണ്ട. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഈ 5 കിലോഗ്രാം ഇയാൾ കാരണം ഒരു നോർമൽ റിയാക്ഷൻ താഴോട്ടുണ്ട്. അതൊന്നും വേണ്ടല്ലോ, നമ്മുടെ എഫ് നെറ്റ് ആണ് എടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് എഫ് നെറ്റിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ ഫൈൻ നോർമൽ കോൺടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് കേസിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എമ്മിൻ്റെ മാസ് എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരക്കാം. താഴോട്ടേക്ക് ഉണ്ട് അയാളുടെ എം ജി ഉണ്ട്, മുകളിലോട്ടേക്ക് ഉണ്ട് എന്ത് ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ഒരു നോർമൽ റിയാക്ഷൻ അല്ലേ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് മുകളിലോട്ടേക്ക് ആക്സലേഷൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ n മൈനസ് എം ജി ദാറ്റ് ഈസ് ഇക്വൽ ടു എം എ ആൻഡ് n ഈസ് ഇക്വൽ ടു എം പ്ലസ് ജി പ്ലസ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി താഴോട്ടേക്ക് പോകുന്നതാണെങ്കിൽ ആക്സലേഷൻ താഴോട്ടേക്കാണെങ്കിൽ ഈ ജി മൈനസ് എ എന്ന രീതിയിൽ മാറും. അത്രയേ ഉള്ളൂ. ഇനി ദ ഫൈൻഡ് നോർമൽ കോൺടാക്ട് ഫോഴ്സ് ഇൻ ദി ഫോളോയിങ് കേസസ്. ശരി, നോർമൽ ഫോഴ്സ് നമുക്ക് എന്താണ്, ഇയാൾ മുകളിലോട്ടേക്കാണ് ആക്സലേഷൻ പോകുന്നത്. ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് n മൈനസ് താഴോട്ടേക്ക് എം ജി ദാറ്റ് ഈസ് 100 ഈസ് ഇക്വൽ ടു ഇയാളുടെ മാസ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 20. സോ n ഈസ് ഇക്വൽ ടു 120. ശരി, ഇവിടെയാണെങ്കിൽ താഴോട്ടേക്കാണ് പോകുന്നത് ആക്സലേഷൻ. സോ താഴോട്ടേക്കാണെങ്കിൽ എന്താണ്, താഴോട്ടേക്ക് എം ജി ഉണ്ട് ദാറ്റ് ഈസ് 100 മൈനസ് n ദാറ്റ് ഈസ് ഇക്വൽ ടു 10 × 20. സോ n ഈസ് ഇക്വൽ ടു 80 കിട്ടും. ഈ കേസിലാണ് നമുക്ക് നോക്കാം. ഇവിടെ എവിടത്തേക്കാണ് പോകുന്നത്, താഴോട്ടേക്കാണ് പോകുന്നത്. ശരി, സോ 100 എം ജി മൈനസ് n ദാറ്റ് ഈസ് ഇക്വൽ ടു 10 × 12 ദാറ്റ് ഈസ് 120. സോ എന്നിൻ്റെ വാല്യൂ -20 എന്ന് കിട്ടുന്നുണ്ട്. ഓഹോ, നോർമൽ റിയാക്ഷൻ നെഗറ്റീവ്. ദാറ്റ്സ് വിയർഡ് റൈറ്റ്. നോർമൽ റിയാക്ഷൻ നെഗറ്റീവ് ആകാൻ പാടില്ല. ഇല്ല, ദാറ്റ് മീൻസ് ഇപ്പം കിട്ടിയ ഉത്തരം തെറ്റാണ്. അതെങ്ങനെ തെറ്റായ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം നോർമൽ റിയാക്ഷൻ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാം നോർമൽ റിയാക്ഷൻ 0 എന്ന് പറയണം. ടെൻഷൻ അഥവാ ഇതുപോലെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ടെൻഷനും 0 എന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് അങ്ങനെ 0 എന്ന് പറയുന്നത്? കാരണം ഇവ രണ്ടാണ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പം ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഇവിടെ നോർമൽ റിയാക്ഷൻ 0 ആവുന്നുണ്ട്. നോർമൽ റിയാക്ഷൻ 0 ആവുന്നുണ്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ബോഡിയും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമും തമ്മിൽ കോൺടാക്ട് ഇല്ല എന്നാണ്. കാരണം കോൺടാക്ട് ഇല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോർമൽ റിയാക്ഷൻ 0 വന്നത്. അപ്പോൾ ഇപ്പം ഈ ബോഡി ഒറ്റക്കാണുള്ളത്, എയറിലാണത്, കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എയറിലാണെങ്കിൽ ഈ ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ ആരാണ്? നമ്മുടെ എപ്പോഴും ഉള്ള ജി ആണ്. ജി മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ശരി, അപ്പോൾ ഇതിങ്ങനെ ഈ കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നോർമൽ റിയാക്ഷൻ ഇല്ലാന്ന് മനസ്സിലാക്കണം. അപ്പോൾ നോർമൽ റിയാക്ഷൻ ഇല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർ തമ്മിൽ കോൺടാക്ട് ഇല്ല. അവർ ബോഡിയും ഈ പറഞ്ഞ ഗ്രൗണ്ടും തമ്മിൽ, ഗ്രൗണ്ട് ഈ പ്ലാറ്റ്ഫോം തമ്മിൽ കോൺടാക്ട് ഉണ്ടാവില്ല. അങ്ങനെ കോൺടാക്ട് ഇല്ലെങ്കിൽ പിന്നെ ആ ബോഡി ആരുടെ ആക്സലേഷൻ ഉണ്ടാവുക? നോർമലായിട്ട് നമ്മൾ ജി എന്ന് പറയുന്ന ആക്സലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അത് ടെൻഷനിലും അപ്ലൈ ആവുന്നുണ്ട്. ടെൻഷൻ അഥവാ നെഗറ്റീവ് വന്നിട്ട് ടെൻഷൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു കേസ് നമുക്ക് നോക്കാം. ആക്സലേഷൻ കണ്ടെത്താനാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ, ഒന്ന് ഇവിടെ നമുക്ക് ഇയാളുടെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യാം. 20 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിൽ 150. അപ്പം ഇയാൾ കൊണ്ടുപോകുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 150 മൈനസ് ഇങ്ങോട്ടേക്കാണ് ഈ ബോഡി പോകുന്നത്. ദാറ്റ് മീൻസ് ഈ സ്പ്രിങ് ഇങ്ങോട്ട് എലോങ്കേറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് സൈഡിലോട്ടേക്കായിരിക്കും. സോ സ്പ്രിങ് ഫോഴ്സ് അറിഞ്ഞുകൂടാ, സ്പ്രിങ് ഇങ്ങനെ വിളിക്കുക, SP എന്ന് വിളിക്കുക സ്പ്രിങ് ഫോഴ്സിന്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × A ദാറ്റ് ഈസ് 80. സോ 150 ഈസ് ഈക്വൽ ടു 70. സോറി, 150 ആയിരുന്നു ഉദ്ദേശിച്ചത്. സ്പ്രിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 70 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സ്പ്രിങ് ഫോഴ്സിൻ്റെ വാല്യൂ 70 ആണ്. ഓക്കെ, ശരി. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഈ ബോഡി ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്പ്രിങ് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ട്, വലിച്ചുകൊണ്ടു അല്ലെ തെറിച്ചുകൊണ്ടു. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താ ആക്സലേഷൻ നമുക്ക് അറിഞ്ഞൂടാ, പക്ഷേ സ്പ്രിങ് ഫോഴ്സ് 70 ആണ്. സോ 70 മൈനസ് ഇവിടെ ഈ സൈഡിൽ ഒരു ഫോഴ്സും ഇല്ല, ദാറ്റ് ഇസ് 0 ഇസ് ഈക്വൽ ടു 10 × A. സോ A ഇസ് ഈക്വൽ ടു ഐ കുഡ് സേ 7 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കിത് സിസ്റ്റമായിട്ട് കരുതാൻ പറ്റും. സിസ്റ്റമായിട്ട് എങ്ങനെ കരുതാൻ, കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് കരുതുന്ന സമയത്ത് വളരെ എഫ് നെറ്റ് ഓൺ ദ സിസ്റ്റം ദാറ്റ് ഇസ് ഈക്വൽ ടു M1 A1 പ്ലസ് M2 A2 അങ്ങനെ പറയട്ടെ, ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ അല്ലേ. അങ്ങനെ ഇവിടെ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഈ സിസ്റ്റം മുഴുവൻ നോക്കുന്ന സമയത്ത് ആകെ ഒരു 150 ആണ്. സോ 150 ഈസ് ഈക്വൽ ടു M1 20 × 4 ദാറ്റ് ഈസ് 80 പ്ലസ് M2 10 × ആക്സലേഷൻ അറിഞ്ഞൂടാ. ഓക്കെ, സോ ഇവിടുന്ന് 70 ഈസ് ഈക്വൽ ടു 10A ഡാഷ്. സോ A ഡാഷ് ഈസ് 7 അങ്ങനെ കണ്ടെത്താനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ റോഡിൻ്റെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ റോഡ് യൂണിഫോം നമ്മൾ മനസ്സിലാക്കുക. ഈ റോഡിൻ്റെ മാസ് M ആണ്, ലെങ്ത് L ആണ്. ശരി, ഫോഴ്സ് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് ഗിവൺ ആണ്. ഫൈൻഡ് ദി ടെൻഷൻ അറ്റ് പോയിന്റ് A. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ ടെൻഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോയിന്റിൽ വരക്കും.
ദാറ്റ് മീൻസ് ഇങ്ങനെ ഇതാണ് നമ്മുടെ എക്സ് ഡിസ്റ്റൻസിൽ ആ ഒരു പോയിന്റ്, ഈ പോയിന്റ് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിന്റിന് മുകളിൽ ഇപ്പോൾ ഈ പോയിന്റ് നമ്മളൊരു സിസ്റ്റമായിട്ട് എടുക്കും. ഇതിന് ആ പോയിന്റ് മുകളിൽ എന്താ ഫോഴ്സ് ഉള്ളത്, ഒന്ന് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കയർ എന്തോ ഒരു ആക്സലറേഷൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കയറിൻ്റെ ആക്സലറേഷൻ നമുക്ക് ആദ്യം കണ്ടെത്തി നോക്കാം. ആ കയറിൻ്റെ ആക്സലറേഷൻ തന്നെയായിരിക്കും ഈ പറഞ്ഞ ഈ ചെറിയ പാർട്ടിൻ്റെ ആക്സലറേഷൻ. കാരണം ഈ കയറും ആ പാർട്ടും എല്ലാം ഒരുമിച്ച് വരില്ല, എല്ലാം ഒരു കയർ തന്നെയല്ല. അപ്പോൾ എല്ലാ കയറിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേ ആക്സലറേഷൻ സ്വാഭാവികമായിട്ടും. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെയുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്, ദാറ്റ് ഈസ് എം. കറക്റ്റ് ആണല്ലോ, കറക്റ്റ്. ഇവിടെ ടോട്ടൽ ആക്സലറേഷൻ എം ആണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ സമയത്ത് ഈ കയറും ഇവിടെ ഉള്ള ഫോഴ്സ് എന്തൊക്കെയാണ്, ഒന്ന് ഈ ടെൻഷന് അല്ലേ, കാരണം വെച്ചാൽ കയർ വലിക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കയറിൻ്റെ ഈ പാർട്ടിൽ മാത്രം ഫോഴ്സ് വലിക്കുമ്പോൾ എല്ലാ കയറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് പോകുന്നുണ്ട്, അവിടെ ടെൻഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. സോ ടെൻഷൻ നമ്മൾ അപ്ലൈ ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സും ഇല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് തൽക്കാലം അറിയില്ല എം ഡാഷ് ഇൻറ്റു ആക്സലറേഷൻ അതിപ്പം കണ്ടെത്തിയത് എഫ് ബൈ എം ആണ്. ഇനി മാസ് കണ്ടെത്തണേ നമുക്കൊരു കാര്യം, എൽ ലെങ്ത്തിന് എം മാസാണ്. സോ എക്സ് ലെങ്ത്തിന് എത്ര മാസ്, എം എൽ ബൈ എക്സ് മാസായിരിക്കും. സോ ഈ മാസത്തിന് നമുക്ക് എന്താ പറയുക, ടെൻഷൻ ഈസ് ഈക്വൽ ടു എം എൽ ബൈ എക്സ് ഇൻറ്റു എഫ് ബൈ എം ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എക്സ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ സോറി, ഇതിവിടെ എം എക്സ് ബൈ എൽ ആണ്, ഇപ്പോൾ പറഞ്ഞിട്ട് പോയി, എം എക്സ് ബൈ എൽ ആണ്. സോ എം എക്സ് ബൈ എൽ ഇൻറ്റു എഫ് ബൈ എം, എം കട്ടാവും. സോ എഫ് എക്സ് ബൈ എൽ എന്ന രീതി കിട്ടും എന്ത്, ടെൻഷൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇതുപോലത്തെ കുറച്ച് വാല്യൂസ് ഇട്ടിട്ട് നോക്കാം. വാല്യൂസ് ഇട്ടിട്ട് ആണെങ്കിലോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ ഈ പറഞ്ഞ കയറിൻ്റെ എത്രയാണ്, ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് 10 ആക്സലറേഷൻ. ഈ പോയിന്റിലുള്ള ഇത് കിട്ടണം, എന്ത്, ടെൻഷൻ. സോ ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്, 10 മീറ്ററിന് 10 കിലോഗ്രാം. സോ 2 മീറ്ററിന് എത്ര കിലോഗ്രാം, സ്വാഭാവികമായിട്ട് 2 കിലോഗ്രാം. സോ 2 കിലോഗ്രാം മാസ് ഇൻറ്റു ആക്സലറേഷൻ അത് എത്രയായിരുന്നു, 10 ആയിരുന്നു. സോ അവിടെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ 20 ആണെന്ന കാര്യം മനസ്സിലാക്കി. ഇത് ആക്ച്വലി ഇതേ പരിപാടി തന്നെയാണ് അല്ല, ഇവിടെ ഒരു കയർ വെച്ച് ആ കയറിൻ്റെ ഒരു ഭാഗം തന്നെ, ഇത് എല്ലാം ഒരേ പരിപാടി, ഇങ്ങനെ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ ഇൻറ്റേർണൽ ടെൻഷൻ ഉണ്ട്, ഇവിടെ ആ ഇൻറ്റേർണൽ ടെൻഷൻ കാരണമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ, അടുത്ത് നോക്കുക, ഒരു 10 കിലോഗ്രാം ഇതുണ്ട്. ഓക്കെ, ഇയാളുടെ കൊണ്ട് 500 ന്യൂട്ടണും ലെഫ്റ്റിൽ 100 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 500 മൈനസ് 100 ദാറ്റ് ഈസ് 400 ഡിവൈഡ് ബൈ മാസ്. സോ 40 ആണ് ആക്സലറേഷൻ. ഈ പോയിന്റിൽ 2 മീറ്ററാണ് കടത്താൻ പറയുന്നത്. സോ നമുക്കറിയാം ടെൻഷൻ ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്, 2 കിലോഗ്രാം. കാരണം എന്താ 10 മീറ്ററിൽ 10 കിലോഗ്രാംസ്, 2 മീറ്ററിന് 2 കിലോഗ്രാംസ്, 2 ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു, ഇവിടെയാണ് കളി മാറാൻ, ചെറിയ കളി മാറിയിട്ടുണ്ട്. എങ്ങനെ കളി മാറിയത് മനസ്സിലാക്കണം. ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് ഇതാണ് നമ്മുടെ 2 മീറ്ററിൻ്റെ, ഇങ്ങോട്ടേക്ക് ടെൻഷൻ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വേറെ ആരും കൂടി ഉണ്ട്, 100 മീറ്ററും കൂടി 100 ഫോഴ്സും കൂടി ഉണ്ട്. സോ ടി മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആക്സലറേഷൻ ദാറ്റ് ഈസ് 40, ദാറ്റ് 80 ആയി. സോ ടി ഈസ് ഈക്വൽ ടു 180 എന്ന രീതിയിൽ കിട്ടും. സോ ടെൻഷൻ 180 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ജനറൽ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമുക്ക് ടെൻഷൻ വിത്ത് റെസ്പെക്ട് ടു ആ എക്സ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ, ആദ്യം എക്സ് ആണല്ലോ ആ ലെങ്ത്ത്, ശരി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആദ്യം വരക്കും. ഇത് എക്സ് ഡിസ്റ്റൻസ് ആണല്ലേ, സ്വാഭാവികമായിട്ടും എക്സ്. അപ്പോൾ ഇവിടെയുള്ള ടെൻഷൻ എന്തൊക്കെയാണ്, ടെൻഷൻ മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറഞ്ഞാൽ 10 മീറ്റേഴ്സിന് 10 കിലോഗ്രാം. സോ എക്സ് മീറ്റേഴ്സിന് 10x ബൈ 10. സോ എക്സ് കിലോഗ്രാം. സോ എക്സ് മാസ് ഇൻറ്റു ആക്സലേഷൻ എത്രയായിരുന്നു, ദാറ്റ് വാസ് 40. സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു 40x പ്ലസ് 100 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ടെൻഷൻ. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരക്കാൻ പറ്റും, ടെൻഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ടെൻഷൻ y ആക്സിസിൽ എക്സ് ആക്സിസിൽ തന്നെ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആ ഡിസ്റ്റൻസ് കേട്ടോ. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഇനീഷ്യൽ എക്സ് 0 ആവുന്ന സമയത്ത് ടെൻഷൻ 100 ആണ്. എക്സ് 0 ആവുന്ന സമയത്ത് ടെൻഷൻ 100. നോക്കി നോക്ക്, എക്സ് 0 എന്ന് വെച്ചാൽ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ വളരെ ചെറിയ മാസം ആയിരിക്കും അല്ലേ, മാസം ഏകദേശം ഇല്ലയെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് 100 ഉണ്ട് ഈ ഫോഴ്സ്, പിന്നെ എന്താ ടെൻഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇയാൾക്ക് മാസ് വളരെ കുറവാണ്, അതിൻ്റെ അടുത്ത് മാസ് ഇല്ലാത്തൊരു സബ്സ്റ്റൻസിന് കൊണ്ട് ഫോഴ്സ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ഫൈൻ. ഇനി എക്സിൻ്റെ വാല്യൂ കൂട്ടി എത്ര ഉണ്ടാകാൻ പറ്റും, എക്സ് മാക്സിമം പോകുന്നുണ്ടെങ്കിൽ അത് എത്ര, 10 മീറ്റർ. സോ എക്സിൻ്റെ വാല്യൂ 10 മീറ്റർ ആണെങ്കിൽ 10 കൊടുക്കുക, 400 പ്ലസ് അപ്പോൾ 500 ആവും, ടെൻഷൻ 500 ആവും. സോ എക്സ് 10 മീറ്റർ ആകുമ്പോൾ 500 ആവുന്നതിൻ്റെ ടെൻഷൻ. അതെങ്ങനെയാണ്, ഇതാണ് 10 മീറ്റർ എന്ന് വെച്ചാൽ ടോട്ടൽ. ഇവിടെ നോക്കി ഇവിടെ റൈറ്റിലോട്ടേക്ക് 500 ഉണ്ട്, ഇവിടെ മാസ് വളരെ കുറവാണല്ലേ, ഒന്നുമില്ല മാസ്. അപ്പോൾ പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയും ടെൻഷൻ ഉണ്ടാവും. സോ ടെൻഷൻ ഇസിക്കൽ 500 ബിക്കോസ് മാസ് സബ്സ്റ്റൻസിന് മുകളിൽ എന്തില്ല, ഫോഴ്സ് ഇല്ല. ദാറ്റ് മീൻസ് ടെൻഷൻ ഇസിക്കൽ 500, അതുകൊണ്ട് ടെൻഷൻ 500 ആയി. ഇങ്ങനെയാണ് പരിപാടികൾ. ഓക്കെ, ഇവിടെ ഒരു ജനറൽ എക്സ്പ്രഷൻ എന്ന രീതിയിൽ നേരത്തെ വാല്യൂസ് വന്നിട്ടുണ്ട്, ഇപ്രാവശ്യം
F1 ഗ്രേറ്റർ ദാൻ F2 ആണെങ്കിൽ നമുക്ക് പറയാൻ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു F1 മൈനസ് വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ടേംസിലാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ, ഇത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ടെൻഷൻ എന്ന് പറയാം, ടെൻഷൻ മൈനസ് അല്ല ലെഫ്റ്റിലോട്ടേക്കല്ല പോകുന്ന പാർട്ടിക്കിൾ ഇവിടെ. ദാറ്റ് മീൻസ് F1 മൈനസ് ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു, മാസ്. മാസ് എന്ന് പറഞ്ഞാൽ L ലെങ്ത്തിന് M മാസ് ആണെങ്കിൽ എക്സ് ലെങ്ത്തിന് mx/l. സോ mx/l ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ ഇപ്പോൾ കണ്ടെത്തിയേ ഉള്ളൂ, F1 മൈനസ് F2 ഡിവൈഡഡ് ബൈ m ക്യാൻസൽ. ഇവിടുന്ന് ടെൻഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ എന്താണ്, ടെൻഷൻ ഇസ് ഈക്വൽ ടു ഈ രീതിയിൽ എന്താണ് മൈനസ് F1 F2 x/l ഇൻറ്റു F1. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എക്സ് നമ്മുടെ എക്സ് ആക്സിലുള്ള സാധനം, അതാണ് ലെങ്ത്ത്. പിന്നെ ഇവിടെയുള്ള സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നോക്കി നോക്കും, മൈനസിലാണ് താഴോട്ടേക്ക് നെഗറ്റീവാണ്. F1 മൈനസ് F2 ഡിവൈഡ് ബൈ L ആണ് സ്ലോപ്പ്. കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, അത്രേ ഉള്ളൂ അത്. അടുത്ത ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് പറയുന്നത്, ആക്സലേഷൻ ഓൺ ദി ബ്ലോക്ക് ആണ് കണ്ടെത്താൻ പറയുന്നത് ആദ്യം. ഓക്കെ, സോ ആക്സലേഷൻ ഓൺ ദി ബ്ലോക്ക്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഒരു നല്ലൊരു ഡയഗ്രാം വരക്കാം. ബ്ലോക്ക് ഇത്ര ശരിക്കുണ്ടായിരുന്നു അല്ലേ. ഇയാളുടെ ഉള്ള ഒന്നാമത് ഈ ഒരു ഫോഴ്സ് ഉണ്ട്, അത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സാണ്. അതിൻ്റെ വാല്യൂ 200 ന്യൂട്ടൺ ആവും. ശരി, ഇവിടെയുള്ള ആംഗിൾ 37 ആണ്. അപ്പോൾ ഇതും 37 ആയിരിക്കും. സോ 37 ആണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവാൻ, ഒന്ന് ഇവിടെ ഉണ്ടാവാൻ എഫ് എന്ന് പറഞ്ഞാൽ 200 കോസ് 37. ദാറ്റ് മീൻസ് 200 ഇൻറ്റു കോസ് 37 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4/5. ഇനി ഒന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്ഷനിലേക്ക് ഉണ്ടാവും, ദാറ്റ് ഈസ് 200 സൈൻ 37, ദാറ്റ് ഈസ് 200 ഇൻറ്റു 3/5. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഫോഴ്സസ് ഉള്ളത്, ഒന്ന് നോർമൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് mg cos θ ഉണ്ട് അല്ലേ, mg cos θ ഉണ്ട്. സോ ഇവിടെ 200 3 ഇൻറ്റു 5 മാത്രമല്ല, ഈ ഡയറക്ഷനിലേക്ക് എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്, ഒന്ന് ഇനി ഈ ഡയറക്ഷനിലേക്ക് എന്തൊക്കെ ഫോഴ്സ് ഉണ്ട് ഞാൻ നീട്ടി ഇറക്കാണ്. 200 ഇൻറ്റു 3/5 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. പിന്നെ mg cos θ, m എത്രയാണ്, 10 ആണ്. സോ 10 100 cos 37. സോ 100 ഇൻറ്റു cos 37 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4/5 ഉണ്ട്. പിന്നെ ഈ ഡയറക്ഷൻ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഇല്ല, ഫൈൻ. പിന്നെ എന്താ ഡയറക്ഷൻ ഉള്ളത്, ഇവിടെ നോർമൽ ഉണ്ട്, നോർമൽ ഫ്രം ദി ബ്ലോക്ക്. ഈ ബ്ലോക്ക് കാരണം വെഡ്ജ് ഉണ്ടാക്കുന്ന നോർമൽ, അതാണ് നോർമൽ കോമൺ എന്ന് വിളിക്കാൻ. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിൽ ഒരു ഫോഴ്സ് ഉണ്ട്, അത് മറന്നുപോയി, എന്താണ് mg sin θ. സോ mg എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100, sin θ അത് 37, ദാറ്റ് ഈസ് 3/5. കറക്റ്റ്. ഫർദർ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇവിടെ 200 ന്യൂട്ടണാണ് കണ്ടത്. ഓക്കെ, ഇവിടെ 200 ന്യൂട്ടൺ, ഇത് ഇവിടെ 160 ന്യൂട്ടണാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കെല്ലാം വരക്കേണ്ടതൊക്കെ വരച്ചു, എല്ലാ ഫോഴ്സും വരച്ചു. ഇനി ഈ ബോഡി ഡെഫിനറ്റ്ലി ഇവിടെ എത്രയാണ്, 2060. അപ്പോൾ ഇവിടെ 60 ആണുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ബോഡി പാർട്ടികൾ എങ്ങോട്ടേക്കാണ് പോകാൻ, സ്വാഭാവികം ഇവിടെ 160 ഉണ്ട് ഇവിടെ, അപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകാൻ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 10 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിലാവുന്ന ആക്സലറേഷൻ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അത് കണ്ടെത്താൻ പറ്റും, ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും, കൊണ്ടുവന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 160 മൈനസ് 60 ദാറ്റ് ഈസ് 100 ഇസ് ഈക്വൽ ടു അയാളുടെ മുകളിൽ മാസ് ദാറ്റ് ഈസ് 10 ഇൻറ്റു ആക്സലറേഷൻ അറിഞ്ഞുകൂടാ. സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 10 കിട്ടും. ഇനി എന്താ ഫോഴ്സ് ബൈ ദി വോൾ, ദാറ്റ് മീൻസ് ഈ വോൾ ഉണ്ടാക്കുന്ന നോർമൽ ഫോഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, ഇനി അടുത്ത വെഡ്ജ് നമുക്ക് വരക്കണം. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം കിട്ടി, എൻ സി എന്ന് പറഞ്ഞാൽ ആ നോർമൽ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോഡി പാർട്ടുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എൻ സി ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ ഫോഴ്സ് ഈ ബോഡി പാർട്ടികളോട് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇയാളുടെ മുകളിൽ ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ, അത് 200 ആണ്, അത് ഇങ്ങോട്ടേക്കുണ്ട്. ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെയാണത്, വോൾ എന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ, വോൾ എന്നുള്ള ഫോഴ്സ് ഉണ്ട്, അത് ഇങ്ങോട്ടേക്കാണ്. പിന്നെ എന്താണ്, mg ഉണ്ട്, ഇയാളുടെ mg അത് താഴോട്ടേക്ക് എത്രയായിരുന്നു, 20 കിലോഗ്രാം ആയിരുന്നു. 20 കിലോഗ്രാം ആണെങ്കിൽ 200 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഓഫ് കോഴ്സ് നോർമൽ ഫ്രം ദി ഗ്രൗണ്ട് എന്ന് പറയാം, നോർമൽ ഫ്രം ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും. ഇത്രയും ഫോഴ്സസ് ആണ് ഈ പറഞ്ഞ വെഡ്ജിനോട് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സസ് നമുക്ക് ഈ പോയിന്റിൽ ഇങ്ങനെ വരക്കണമെന്ന് ഇവിടെ നടുക്കായിട്ട് വരക്കാം, പക്ഷേ ഞാൻ കുറച്ചുകൂടി ജോമെട്രി ഈസി ആക്കാൻ വേണ്ടി ഇത് 37 ആണെങ്കിൽ, ഇത് 37 ഡിഗ്രി ആണെങ്കിൽ ഇത് 53 ആവും. 53 ആണെങ്കിൽ ഇത് എത്രയാവും, ഇത് 37 ആവും. ഓക്കെ, അങ്ങനെ ആ സമയത്ത് ഞാൻ റിസോൾവ് ചെയ്യും. അപ്പോൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടാൻ, ഇവിടെ 200 ഉണ്ട്, പിന്നെ 200
cos 37 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4/5 ഉണ്ടാവും. പിന്നെ ഈ ഡയറക്ഷനിലേക്ക് എന്താ ഉള്ളത് 200 sin 37 ദാറ്റ് ഈസ് 3/5 ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എഫ് വോളാണ്. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ ഈ പറഞ്ഞ വെഡ്ജ് എന്താ അത് ഇക്വിലിബ്രിയത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യുന്നില്ല. അക്കോർഡിംഗ് ടു നമ്മൾ ജസ്റ്റ് ലോജിക്കൽ ചിന്തിച്ച് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. ആകെ ഈ പറഞ്ഞ ബ്ലോക്ക് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എഫ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സ് തന്നെയാണ് അല്ലേ. ദാറ്റ് ഈസ് എത്രയിൽ പോവും 40 പോവും, 40 × 3 ദാറ്റ് ഈസ് 120 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതേപോലെ എൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 എന്ന് കിട്ടും. ഓക്കെ, അതും കറക്റ്റാണ്, കിട്ടിയിട്ടുണ്ട് കറക്റ്റ്. ഇനി നമുക്ക് ഇതിനൊരു സിസ്റ്റമായിട്ട് കരുതിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിസ്റ്റമായിട്ട് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെച്ചാൽ സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താണ് ഓക്കെ താഴോട്ടേക്ക് എന്താ ടോട്ടൽ 20 30, അപ്പോൾ താഴോട്ടേക്ക് 300, അപ്പം മുകളിലോട്ടേക്കുള്ള ഗ്രൗണ്ട്, അപ്പം മുകളിലുള്ള എൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 300. അതേപോലെ ലെഫ്റ്റിലോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് ഫോഴ്സ് 200 ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എൻ ബോൾ എന്ന് പറഞ്ഞാൽ അതും 200 അല്ലേ. പക്ഷേ ബ്രോ ഇവിടെ ആരും ഇക്വിലിബ്രിയത്തിലല്ല, കംപ്ലീറ്റ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലല്ല. പക്ഷേ വെഡ്ജ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പോലും കംപ്ലീറ്റ് സിസ്റ്റം എന്തിലല്ല ഇക്വിലിബ്രിയത്തിലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു സിസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റൂലേ, സിസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റം എന്ന രീതിയിൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എന്ത് ചെയ്യണം നമ്മൾ ആക്സലൈസ് നമ്മൾ എന്താണ് എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് M1 എന്താണ് M1A1 + M2A2 + M3A3 എന്ന രീതിയിലാണ് വരാൻ കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെയുള്ള ആക്സലറേഷൻ എത്രയായിരുന്നു നേരത്തെ കണ്ടെത്തിയതാണ് 10 എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ 10 ഇപ്പോൾ ഈ ആംഗിൾ എത്രയാണ് 37 ആണ്. ഇപ്പോൾ എനിക്കിതിന് എന്താ 3 എക്സ് ആക്സസിലേക്ക് ഒരു ആക്സലേഷൻ മാറ്റി എഴുതാൻ പറ്റും. എക്സ് ആക്സിൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 cos അല്ല 10 sin 37 ദാറ്റ് ഈസ് 10 × 3/5. അതേപോലെ ഇവിടെ വൈ ആക്സിലുള്ള ഇത് വൈ ആക്സിൽ ആക്സലേഷൻ, ഇത് എക്സ് ആക്സിൽ ആക്സലേഷൻ ദാറ്റ് ഈസ് 10 sin അല്ല 10 cos 37 ദാറ്റ് ഈസ് 10 4/5. അപ്പോൾ ഇവിടെ 8 ഇവിടെ 6, ഇപ്പോൾ ഇവിടെ 6 ഇവിടെ 8. അപ്പോൾ ആ രീതിയിൽ സാറിത് എഴുതിയ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ശരി, പിന്നെ എന്താ ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ അത് വെഡ്ജ്, അത് ഇക്വിലിബ്രിയത്തിലാണ്, അയാൾക്ക് പ്രത്യേകിച്ച് ആക്സലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ ഫോഴ്സ് നമ്മൾ എക്സ് ആക്സിൽ മാത്രമേ ചിന്തിക്കാൻ പോകണം. എക്സ് ആക്സിൽ ടോട്ടൽ ഫോഴ്സ് എന്തൊക്കെയാണ് ഈ ഒരു സിസ്റ്റമായി ചിന്തിക്കുമ്പോൾ എക്സ് ആക്സിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ വോൾ ഉണ്ട്. ശരി, അപ്പം ആരാണ് വലിയ ഫോഴ്സ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം. ഓക്കെ ഫൈൻ, തൽക്കാലം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം എൻ വോളാണ് വലുത്. സോ എൻ വോൾ മൈനസ് 200 അതാണ് ടോട്ടൽ ഫോഴ്സ് ഉള്ളത്. ശരി, ദാറ്റ് ഈസ് ഈക്വൽ ടു M1 ഓരോ പാർട്ടിക്കിൾസിൻ്റെ. അപ്പം 20 അതിന് ആക്സലേഷൻ ഉണ്ടോ ഇല്ല, എക്സ് ആക്സിൽ ആക്സലേഷൻ ഇല്ല. ശരി, 0 പ്ലസ് ഈ പാർട്ടിക്കിൾ 10 കിലോഗ്രാം. കാരണം നമ്മൾ ഒരു സിസ്റ്റമായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റം ടോട്ടൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഓരോ സിസ്റ്റത്തിൻ്റെയും ഫോഴ്സസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 10 കിലോഗ്രാം. ഇയാൾക്ക് എക്സ് ആക്സിൽ ആക്സലേഷൻ ഉണ്ടോ ഉണ്ട്, മൈനസ് എത്ര ആയിരുന്നു 8 ആണ്, -8. അപ്പം എൻ വോൾ മൈനസ് 200 ഇസ് ഈക്വൽ ടു എക്സ് ആക്സിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് -80 ആൻഡ് വിൽ ഗെറ്റ് എൻ വോൾ ഇസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. എൻ വോൾ 120 നേരത്തെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ബോഡി വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. എൻ വോൾ 120 എവിടെ പോയി, എവിടെയോ കിട്ടിയായിരുന്നു. ഇതാ എഫ് വോൾ കേട്ടോ, എൻ വോൾ അല്ല എഫ് വോൾ കറക്റ്റാണ്. എൻ വോൾ എന്ന് പറഞ്ഞാൽ അതിനെയാണ് എഫ് വോൾ. ഓക്കെ കറക്റ്റാണ്. അതേപോലെ സിമിലർലി വൈ ആക്സസിലുള്ള ഈ പറഞ്ഞ എഫ് നെറ്റ് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് എന്ത് കിട്ടും എൻ ഫ്രം ഗ്രൗണ്ട് 360 കിട്ടും. അപ്പോൾ നമുക്ക് സിസ്റ്റമായിട്ടും ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. പക്ഷേ സിസ്റ്റമായിട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റാൻ എപ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലാകുമ്പോഴാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആക്സലേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയത് അത് നേരത്തെ സിസ്റ്റം അല്ലാണ്ട് നമ്മൾ ഓരോ ബോഡി പാർട്ടിക്കിൾസും ചിന്തിച്ചപ്പോഴാണ്. അപ്പോൾ ആ ഒരു ആക്സലേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സിസ്റ്റം അല്ലാണ്ട് ഓരോന്നിലും അനലൈസ് ചെയ്യണം എന്ത് ഫോഴ്സസ് എങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളത്. നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പുള്ളി ടൈപ്പ് ആക്സലേഷൻ നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ ഈ പുള്ളി താഴോട്ടേക്ക് ഈ ആക്സലേഷൻ പോകുന്നുണ്ടെങ്കിൽ അതേ ആക്സലേഷൻ അതേ അളവിലായിരിക്കും ഈ പറഞ്ഞ പാർട്ടിക്കിളും പോകാന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഈ പറഞ്ഞ ആക്സലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൊണ്ടുപോകുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 30, അതാണ് mg മൈനസ് ടി ദാറ്റ് ഈസ് ഇക്വൽ ടു 3a. സോ അതായത് ഇനി ഇവിടെ എന്താ കൊണ്ടുപോകുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ടി ആണ്, കാരണം അയാൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ ടി മൈനസ് 20 ദാറ്റ് ഈസ് mg ദാറ്റ് ഈസ് ഇക്വൽ ടു 2a. ആഡ് ചെയ്യുക, ദാറ്റ് മീൻസ് 50 ഈസ് ഇക്വൽ ടു 5a ആൻഡ് a ഈസ് ഇക്വൽ ടു 10 എന്ന് കിട്ടും. എയുടെ വാല്യൂ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആണ്. സോ 10 ഈസ് ഇക്വൽ ടു 5a, a ഈസ് ഇക്വൽ ടു 2 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ 2 കിട്ടും. ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓരോ ഫോഴ്സസിൻ്റെ മുകളിലും ഓരോന്നിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം രീതിയിൽ ചിന്തിച്ചത് എനിക്ക് ഡയറക്റ്റ് ചിന്തിക്കാൻ പറ്റും. എങ്ങനെ ചിന്തിക്കാൻ, ഇവിടെ ലാസ്റ്റ് ഉള്ള ഫോഴ്സ് ഇതാണ് 30, ഈ 30 ആണ് കൊണ്ടുപോകുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നിർത്തി വെക്കുന്ന ഫോഴ്സ് ആണ് 20. ഇത് ഷോർട്ട് കട്ടാണ്. 30 കൊണ്ടുപോകുന്ന ഫോഴ്സ് മൈനസ് നിർത്തി വെക്കുന്ന ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇവർക്ക് രണ്ടാക്കും എല്ലാം ഒരേ ആക്സലേഷൻ ആണ്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 ഇൻറ്റു ആക്സലേഷൻ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. സോ 10 ഈസ് ഈക്വൽ ടു 5a, a ഈസ് ഈക്വൽ ടു 2 എന്നൊരു ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ഈ മെത്തേഡ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ
ഈ ഷോർട്ട് കട്ട് ഇനി അധികം ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് ഓരോന്നിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഫോഴ്സ് അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഈ പറഞ്ഞ മെത്തേഡ് എങ്ങനെ സംഭവം നമുക്കൊരു കാര്യം ഒരു സിസ്റ്റമായിട്ട് എടുക്കും. സിസ്റ്റമായിട്ട് എടുക്കുമ്പോൾ എന്താ പറഞ്ഞാൽ എഫ് നെറ്റ് ഇസ് ഇക്വൽ ടു MA1 പ്ലസ് MA2 പ്ലസ് MA3 ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ എ എല്ലാം സെയിം ആയതുകൊണ്ടാണ് എ കോമൺ ആയിട്ട് വന്നിട്ട് എം വന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലായി. സിമിലർലി ഇവിടെ എന്താ കൊണ്ടുപോകുന്ന ഫോഴ്സ് ആര് 30 മൈനസ് 20 10. സോ 10 ഈസ് ഇക്വൽ ടു 12 5 എ ദാറ്റ് ഈസ് എ ഈസ് ഇക്വൽ ടു 2 കഴിഞ്ഞു. ഓരോന്ന് കൊണ്ടുപോകുന്ന ഫോഴ്സ് ഇവിടെ ആണെങ്കിലോ കൊണ്ടുപോകുന്ന ഫോഴ്സ് ആരാ mg. സോ mg മൈനസ് ഇവിടെ ഒന്നുമില്ല ഫോഴ്സ്. mg ഈസ് ഇക്വൽ ടു 2m എന്ന് പറയാൻ പറ്റും. സോ എ ഈസ് ഇക്വൽ ടു g/2 എന്ന് പറയാൻ പറ്റും. എ ഈസ് ഇക്വൽ ടു g/2. ഓക്കെ, ഇവിടെയാണെങ്കിൽ കൊണ്ടുപോകുന്ന ഫോഴ്സ് ആരാ ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് അനലൈസ് ചെയ്യാം. അല്ലാണ്ട് ഡയറക്റ്റ് കൊണ്ടുപോകുന്ന ഫോഴ്സ് 30 മൈനസ് ഇങ്ങോട്ടാണ് ആക്സലേഷൻ പോകുന്നത്. ഇനി നമുക്കറിയില്ല ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഈ ഡയറക്ഷൻ ആക്സലേഷൻ വിചാരിക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആക്സലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്ത ഡയറക്ഷൻ്റെ ആക്സലേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ച്വലി ആക്സലേഷൻ വേണ്ടത്. നമുക്ക് ഉത്തരത്തും കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ 30 മൈനസ് 20 ദാറ്റ് ഈസ് mg ഈസ് ഇക്വൽ ടു 10 ഈസ് ഇക്വൽ ടു ടോട്ടൽ മാസ് ദാറ്റ് ഈസ് 5 ഇൻറ്റു ആക്സലേഷൻ. സോ ആക്സലേഷൻ ഈസ് ഇക്വൽ ടു 22 കിട്ടും. ആക്സലേഷൻ്റെ വാല്യൂ 2 കിട്ടും. ശരി, ഈ ടെൻഷൻ്റെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞു. കാരണം ഇവിടെ സ്പ്രിംഗ് ബാലൻസ് ഈ ടെൻഷൻ തന്നെ ഈ ടെൻഷൻ. സോ ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിംഗ് കിട്ടണം എന്ത് ചെയ്യും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. 30 മൈനസ് ടെൻഷൻ ദാറ്റ് ഈസ് ഇക്വൽ ടു 3 ഇൻറ്റു ആക്സലേഷൻ വാല്യൂ ദാറ്റ് ഈസ് 6. ആക്സലേഷൻ വാല്യൂ 2 ആണ്. സോ 3 ഇൻറ്റു 2 അല്ലേ. ആൻഡ് വി കൻ സേ ദ ടെൻഷൻ ഈസ് ഇക്വൽ ടു 30 പ്ലസ് 6. സോറി എന്ത് ചെയ്യുന്നത് ഞാൻ 30 മൈനസ് 6 ദാറ്റ് ഈസ് ഇക്വൽ 24. കറക്റ്റ് കിട്ടിയില്ലേ. ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെ സെയിം തന്നെ. ഇവിടെ ഇവിടെ ചെയ്ത് നോക്കാം. നമുക്ക് കൊണ്ടുവന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 50 മൈനസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 20. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു 30 ഈസ് ഇക്വൽ ടു മാസ് 5 പാടില്ല, ഇതിൻ്റെയും കൂടി എടുക്കണം. ഓക്കെ, ഇവൻതോ അത് ഫോഴ്സ് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇത് സിസ്റ്റമായിട്ട് എടുത്ത രീതിയിൽ സ്ഥിതിക്ക് ഇയാളുടെയും ഫോഴ്സ് നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ആ സമയത്ത് 2 5 5 10. ഓക്കെ, 10 എ ഈസ് ഇക്വൽ ടു 3. ഓക്കെ, അടുത്ത ഇവിടെയാണെങ്കിൽ കൊണ്ടുപോകുന്ന ഫോഴ്സ് 200. ഇതെന്ന് പറഞ്ഞാൽ mg സൈൻ തീറ്റ അല്ല. നമുക്കറിയാമല്ലോ mgനെ റിസോൾവ് ചെയ്യാൻ ഒന്ന് ഇങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അത് വെച്ച് ചെയ്യാനുള്ളതാണുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ വരുന്ന ക്വസ്റ്റ്യനാണ് ഡൗട്ട് ഉണ്ടാവുക. കൊണ്ടുവന്ന ഫോഴ്സ് ഡെഫിനറ്റ്ലി എങ്ങോട്ടേക്കാണ് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങോട്ടേക്കാണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫോഴ്സ് ഇത് mg സൈൻ തീറ്റ എങ്ങോട്ടേക്കാണ്, സ്വാഭാവികമായിട്ടും താഴോട്ടേക്കാണ്. അത് mg സൈൻ തീറ്റ വാല്യൂ കൊടുത്ത് കഴിഞ്ഞാൽ 50 കിട്ടുന്നുണ്ട്. ആൻഡ് താഴോട്ടേക്കുള്ളത് 40. സോ 50 90. ഇങ്ങോട്ടേക്കാണ് 200. എന്തായാലും ഇങ്ങോട്ടേക്കാണ് പോകുന്നുള്ള മനസ്സിലായി. കാരണം ഇവിടെ കൂടുതൽ വാല്യൂ ആണ് 200. ഡെഫിനറ്റ്ലി ബോഡി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരി, അപ്പോൾ ദാറ്റ് മീൻസ് 200 മൈനസ് കൊണ്ടുവന്ന ഫോഴ്സ് ആണ് 50 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാത്തിൻ്റെയും 14 14 24 അല്ല 14 20 അല്ലേ. 14 20 34. സോ ദാറ്റ് മീൻസ് 340 അല്ല ഞാൻ ചെയ്യുന്നത് 34 മാസ് ഇൻറ്റു ആക്സലേഷൻ അറിഞ്ഞൂടാ. ഓക്കെ, എന്നിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ.